ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് എഴുതിയിരിക്കുകയാണ് മിസ്റ്റർ സോണിക്കുട്ടി. അമ്മയും മോളും കൂടെ എന്തൊക്കെയാ കാര്യമായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. 2 മാസത്തേക്കുള്ള സാധനങ്ങളും എഴുതുന്നുണ്ടോ? പട്ട മീൻസ് തെങ്ങിൻ പട്ട. ഒരുത്തം ഇവിടെ നോക്കി നോക്ക്, എന്തപ്പോ ഓന്റെ ലെവല്. എന്താ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഉള്ള ആഘോഷാണോ? ഒരുത്തിന് ചിക്കൻ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാ, പക്ഷെ കഴിക്കൂല. നമുക്ക് നമ്മുടെ അളിയനെ കൂട്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. നടക്കണൊക്കെ അവിടെയാണ് ചിക്കൻ ഉള്ളത്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കണം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കലേക്ക് കിടക്കാം ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അരിയാൻ വേണ്ടി പോവാണ്. സവാള, പച്ചക്കറികൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഞങ്ങളതൊന്ന് സെറ്റാക്കിയിട്ട് അരിയട്ടെ. ഇന്ന് ബിരിയാണി 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 അടിപൊളി. ഞങ്ങൾ ഓരോന്നായി നുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. സവാള എന്നീ വക സാധനങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാന്താരിയാണ്. നമ്മൾ ഇതിൽ നിന്ന് സലാഡിലേക്കുള്ള ഐറ്റംസ് മുളകുകൾ പറിച്ചെടുക്കുകയാണ് ഗൈസ്. അമ്മയുടെ പ്രിപ്പറേഷനാണ്. അമ്മ ഇങ്ങനെ ഒരുപാട് മുളക് ഒക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഇതാണ്ട് ഈ കർണംപൊട്ടി മുളകും കണ്ട, ഇതേലത്തെ മുളകില്ലേ ഈ ഉണ്ട, ഇതും അമ്മ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇത്രയും തന്നെ വേണേ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെന്നേ ഉള്ളൂ, അത്രയ്ക്കുണ്ട്. ഓണത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അത്തപ്പൂ ഇടാനായിട്ടുള്ള ജമന്തീസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാട് പോലെ എന്തൊക്കെയാണ് നിൽപ്പുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. വൃത്തിയാക്കാനൊന്നും സമ്മതിക്കില്ല. എന്തൊക്കെയോ ഐറ്റംസ് ആണ് അമ്മ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതൊന്നും വൃത്തിയാക്കാനുള്ള സാധനങ്ങളല്ല. ഫുള്ള് കണ്ട കറിവേപ്പൊക്കെ നിൽക്കുന്നുണ്ടോ, കറിവേപ്പുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് അമ്മ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പിന്നെ ആ പടർന്ന് കിടക്കുന്ന മുഴുവനും നമ്മുടെ പാവയ്ക്കാണ്. പാവൽ വെച്ച് പിടിപ്പിച്ചേക്കുന്ന അതാണ്. കുഞ്ഞു പാവയ്ക്കകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. നമ്മുടെ വീട്ടിലെ പാവയ്ക്കാണ്ടോ ചെറുതൊരെണ്ണം നിൽക്കുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ പാവയ്ക്ക ഇന്നലെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. ഇന്നലെ ഒരു ഇച്ചിരി പാവയ്ക്ക മെഴുക്കുരട്ടി തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല തുളസിയുണ്ട്. ഇത്രയും ഐറ്റംസാണ്. ഇത് മുളക് കൃഷിയായിട്ട് അമ്മ നടത്തുമെന്ന് തോന്നുന്നു. കുറേ ഉണ്ട്, അങ്ങോട്ടൊക്കെ നിൽപ്പുണ്ട്, അവിടോട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ദാ ഈ ഉണ്ടമുളക് നല്ല കേട്ടോ. ഇതെന്താടി ഇത്? ചാമ്പയ്ക്കേ? ഉണ്ടമുളകാ, ഭയങ്കര എരിവാ. കടിച്ചു നോക്കി, അന്നേരം അറിയാം ചാമ്പയ്ക്കാണോ അതോ വേറെന്തേലും ആണോന്ന്. അപ്പൊ സാധനങ്ങളെല്ലാം നമ്മൾ ഫൈനൽ ചെയ്ത് അരിഞ്ഞു വെച്ചു. ഇത് സലാഡിനുള്ള കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി ഏകദേശം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണേക്കാളും മുന്നേ നമുക്ക് ചിക്കൻ വറുക്കാനുള്ള സെറ്റപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ട കാശ്മീരി ചില്ലി പൊടിയാണ് നമ്മളുണ്ട്. ഇനി അടുത്ത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും കൂടെ ഇട്ടാം നമുക്ക്. ഉപ്പ്, മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. മുട്ട പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം. അപ്പൊ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇനി അതങ്ങോട്ട് നന്നായിട്ട് പെരട്ടണം. പെരട്ടങ്ങോട്ട് അല്ല, ഓരോ ചിക്കൻ പീസുകൾ മസാലയിൽ പെരട്ടി സെറ്റ് ആക്കണം. ഓക്കെ, കണ്ടോ ഇമാതിരി വട്ടുള്ള മനുഷ്യന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പറയാം. ഒരു ചിക്കൻ വറക്കാൻ വേണ്ടിട്ട് 3 പ്ലേറ്റ് എടുത്ത് ഇതാക്കിയിട്ടുണ്ട്. പ്ലേറ്റുകളൊക്കെ ഇവിടെ വേണം, അല്ലാണ്ടൊന്നും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റൂല. മനസ്സിലായോ? അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായാലാണ്
ബിരിയാണി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുള്ളൂ. ഓ ഓ ഓ ഓ ഇത് നിങ്ങളുടെ ആലപ്പുഴ സ്റ്റൈൽ ബിരിയാണി അല്ല, ഇത് പാലക്കാട് സ്റ്റൈൽ, അതിന്റെ മലപ്പുറം തൃശ്ശൂര് ഒക്കെ സൈഡ് മിക്സ് ആയിട്ടുള്ള സാധനമാണ്. ഈ നാട്ടിലെ ഫുള്ള് സ്ഥലം പറയാം. എൻ്റെ സുമ എനിക്ക് ചോറെടുക്കുന്നുണ്ടോ, നല്ല തീയലും പിന്നെ നല്ല മോരൊക്കെ കൂടി ചേർത്തിട്ട് രാവിലെ ബിരിയാണിയെക്കാട്ടിലും നോക്കെ ബിരിയാണി പിന്നെ തൊടാൻ വന്നേക്ക് ഇവിടെ. ഗായ്സ് അപ്പൊ അങ്ങനെ മസാലകളെല്ലാം നമ്മൾ പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മളിത് ഒരു 3/4 മണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇത് നമ്മളിനി എന്ത് ചെയ്യാ, ഇനി റൈസ് വെക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അത് റൈസ് ഉണ്ടാക്കുന്നത് മിസ്സസ് സോണി. അരെ സോണിയ, तू റൈസ് खाना खाएगा? അല്ല, तू तैयार करेगा? ഓക്കേ, ജൽദി 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 കറോ. ഓ, തമ്പ്രാട്ടിക്ക് ഇവിടൊക്കെ ഇരുന്നാലേ നടക്കുള്ളൂ എന്ന്, അങ്ങനെ ഉണ്ടാക്കാനേ അവളെ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെയാണ് അവള് പറയുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ചേച്ചി ഐശ്വര്യമായി നെയ്യ് ഊത്തിയതാണ്, ഒക്കെ കൂടെ പുകയുണ്ട്. ഇവളെന്തത് പുകയ്ക്കാനുള്ള നെയ്യാണ് അതിലിട്ടിക്കണ്. എന്നാ 2 ഇഷ്ടിക ഹോമകുണ്ടതൊക്കെ വെച്ചിട്ട് മന്ത്രം ചൊല്ലടി ഇരുന്നിട്ട്. അത് വെള്ളം ഫുള്ള് വറ്റിയതിന്റെ ശേഷമാണ് എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. ചേച്ചി കുറച്ച് ധൃതി പിടിച്ചതാ, പണി പാളി. എന്തിനെങ്ങനെ പേടിക്കണേ? ഇതൊന്നും ഉണ്ടാക്കി നടക്കൂല, മക്കളത് മാറുന്നേ. പറ്റണ പണി നോക്ക് പായി. ഓ, അരി വറക്കണം. ചേച്ചി ഇപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന അരി നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് കേട്ടോ. ഈ അരി ഇട്ടിട്ട് ഇനി ചേച്ചി ഇത് വറക്കും എന്നൊക്കെയാണ് പറയണത്. ഇനി ഇതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കാവൂ അല്ലേ? അങ്ങനെയാണ് ഇവിടെ റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്ര ചാവം അത് കൊട്ടിയാ മതി. ഞങ്ങൾ ഒരു 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. കാരണം റൈസ് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ കരുതിയിട്ട്. നമുക്ക് അത്യാവശ്യം രാത്രിക്കും നാളേക്കൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഫുൾ ബിരിയാണിയാണ്. അതെ, പിന്നെ അടുത്ത ആഴ്ചക്കുള്ള ബിരിയാണിയും കൂടി ഉള്ളത് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. തവി ബലം ഉണ്ടായിട്ടല്ല, അത് ഇളക്കുന്ന ആളുകൾക്ക് ഒരു ബലം വേണം, അതാണ്. പിന്നെ വലിയ തവി കണ്ടിരിക്കോ? ഈ അതിനവിടെ ഒരു സൈഡ് നിന്നിട്ടാണ് ഈ അവിടെ ഇരിക്കണേന് ബലം കൊടുത്തിട്ടാണ് എനിക്ക് പറ്റാത്തത്. എന്റെ പൊന്നാര കവിയോളെ, ഇതിപ്പോ നടക്കുന്നു തോന്നില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇതാ ഇളക്കാനായിട്ട് ഇളക്കൽ വിദഗ്ധനായിട്ടുള്ള രാഹുലേട്ടൻ എന്തേ പറ്റണുണ്ടോ? പിടുത്തക്കോല. ഓക്കെ, അപ്പോൾ കാര്യമായിട്ടൊക്കെ ഇളക്കുന്നുണ്ട്. എന്താ അവസ്ഥ? അപ്പൊ നമ്മൾ ഇനി വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, എന്റെ തല. സോണി ചേച്ചി അവിടെ കൊച്ചിന് പാല് കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സോണി ചേച്ചിക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഗായ്സ്, അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് സെറ്റാക്കാം. പാചകക്കാരനറിയാം. ചോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ വറുക്കൽ എന്നാണ്. അപ്പൊ നമുക്ക് ചിക്കൻ വറുക്കാം. ആറ്റം ബോംബാണ് ഉണ്ടാക്കിയത്. യെസ്, നമ്മൾ ഇനി ചട്ടി വെച്ചു. ഇനി നമുക്ക് എണ്ണ ഒഴിക്കണം. അതിന് ചട്ടി ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ എണ്ണ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ കുറച്ച് താഴേക്ക് പോകും. ആഹാ, കറിവേപ്പില കുറച്ച് മുന്നേ ഇട്ട് പോയി. ഇപ്പൊ തിളച്ചാവോ എന്തോ.
അപ്പൊ ഗൈസ് അപ്പൊ ഏകദേശം എണ്ണയൊക്കെ ഏകദേശം ചൂടായി ഏകദേശം തിളച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി പരട്ടി വെച്ച നമ്മുടെ ചിക്കൻ എടുത്ത് പൊരിക്കാം. പൊരിക്കുമ്പോഴുള്ള സൗണ്ട് ചിക്കൻ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ആ ഒരു മസാല അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാ പൊള്ളി സൂപ്പർ അടിപൊളി. ഇനി നമുക്കിത് വറുത്ത് ഓരോന്നായിട്ട് കോരിയിടാം. ഈ സൈഡ് സോണി ബിരിയാണിക്കുള്ള നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ആ ഒരു പണി ചെയ്യട്ടെ. ഞാൻ ഈശ്വരാ ഇവിടെ ഇത് അങ്ങനെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വയർത്ത് കുളിച്ചിട്ടാ. ഇത് റൈസാണ്. റൈസ് ഇനി ഒരു 10 മിനിറ്റ് എടുക്കും ഗൈസ്. വയർത്ത് കൊട്ടി. എന്താ ചെയ്യാ, പണിയെടുത്ത് വലിയ ശീലമൊന്നും ഇല്ലേ. ഇത് പിന്നെ ഇത് ആണോ കട്ടി. എന്തായാലും നോക്കട്ടെ ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞു. ഒരാൾ അടുപ്പിൽ വെച്ച് ശരിയാവാത്തതുകൊണ്ട് അരങ്ങത്തേക്ക് വന്നിട്ടുണ്ട്. ഗ്യാസിൻ്റെ അടുപ്പിലേക്കാണ് ഇനി സോണി ചേച്ചിയുടെ കളികൾ. എന്തായി വലുതായോ? എന്തായി രാവിലെ അപ്പൊ ഗായ്സ് അപ്പൊ നമ്മുടെ ഫൈനലി നമ്മൾ ബിരിയാണി എല്ലാം, ചോറ് റെഡി, മസാല റെഡി, ചിക്കൻ വറുത്തത് റെഡി. അപ്പൊ അങ്ങനെ എല്ലാം റെഡി. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മള് ഗായ്സ് റൈസ് നമ്മൾ മെല്ലെ നമ്മുടെ ദം സെറ്റിലേക്ക് നമ്മൾ മാറ്റണം കേട്ടോ. ഇനി നമ്മള് മസാല ഇതാണ്. ഓരോ പീസുകളായിട്ട് നമ്മൾ ഇടണം. എല്ല് മാത്രം ഇട്ടോ? എല്ലാം ഉള്ളൂ അതില്? അതൊക്കെ അങ്ങനെ തന്നെ. ലേശം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിയനില, മല്ലിച്ചപ്പ്, പിന്നെയും റിപ്പീറ്റ് റൈസ്. റൈസ് ഇട്ട് ഏകദേശം നിറയാറായിട്ടുണ്ടല്ലേ രാഹുലേട്ടാ? യെസ്. ഫുള്ള് ഗ്രേവി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിച്ചപ്പ്, പുതിനയില, അണ്ടിപ്പരിപ്പ് താഴേക്കൊക്കെ പോകുന്നുണ്ട്. ചോറല്ലമ്മേ. യെസ്. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ടുള്ള പോർഷൻ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിയില മുഴുവനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി ബിരിയാണി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് ചെറിയൊരു ദമ്മിട്ട പോലെ വെക്കാം. ഓക്കെ. ഫൈനലി നമ്മളുടെ ചിക്കൻ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദമ്മ് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് നോക്കണം. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യോ അയ്യോ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ദമ്മൊക്കെ പൊട്ടിച്ചു. നമുക്ക് വിളമ്പ. ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായിട്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ? ആഹാ. ആഹാ. കാര്യമായിട്ട് എന്തൊക്കെയോ വിളമ്പുന്നുണ്ട് കേട്ടോ. തമ്പുരാൻ
ലെഗ് പീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പോയി. കാർത്തി അവൻ കഴിച്ചിട്ടുണ്ട്. എന്താണ് എങ്ങനെയുണ്ട്? സത്യം പറടാ. എരിവ് കൂടി. ആ ഇനി കഴിക്ക് പറ. ഞാൻ കഴിച്ചില്ല. ആ കഴിക്കും. പാലക്കാട് സ്റ്റൈലിൽ സംഭവം ഓക്കെ. ആ ഓക്കെ. അപ്പൊ പാലക്കാട് സ്റ്റൈലായി. ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞു. ഞാൻ വെച്ച ആള് ഞാനല്ലേ, അപ്പൊ ഞാൻ നോക്കി നോക്കട്ടെ എന്താണ് അഭിപ്രായം. പീസൊക്കെ വെച്ച് സലാഡൊക്കെ വെച്ച് ഇപ്പം പറഞ്ഞ പോലെ ചെറിയ എരിവുണ്ട്, സ്പൈസി ഉണ്ട്. പക്ഷെ അത് വേണം, ഈ ബിരിയാണിക്ക് കുറച്ച് എരിവ് വേണം. നല്ല അടിപൊളിയാണ് സംഭവം. അരി റൈസൊക്കെ വന്നിട്ടുണ്ട്, കറക്റ്റ് വേവൊക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതാ. പിന്നെ ചിക്കൻ ആയാലും അത്യാവശ്യം ഫ്രൈ ചെയ്തല്ലേ, അതിൻ്റെ ഒരു ഇതും ഉണ്ട്. അപ്പോൾ സൂപ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, പിന്നെ ഒന്ന് ഷെയറും ചെയ്യും. അപ്പം എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.